ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ലേണിനു. അപ്പോൾ നമ്മുടെ 2024 സ്കീം സ്റ്റുഡൻസിന്റെ S1 സപ്ലിയുടെ ടൈം ടേബിൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പിന്നെ എങ്ങനെ നമുക്ക് സപ്ലി എക്സാമിന് പ്രിപ്പയർ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കുക, സപ്ലി വന്നിട്ടുള്ള കുട്ടികൾ റീവാലുവേഷന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ റീവാലുവേഷന് കൊടുക്കുക. പക്ഷെ റീവാലുവേഷന്റെ റിസൾട്ട് ചിലപ്പോൾ സപ്ലി എക്സാമിന് മുന്നേ വന്നോളണമെന്നില്ല, അല്ലെങ്കിൽ സപ്ലിക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ വന്നോളണമെന്നില്ല. അപ്പൊ നിങ്ങൾ എന്തായാലും സപ്ലി എക്സാമിനും രജിസ്റ്റർ ചെയ്തിട്ട് ഫസ്റ്റ് ചാൻസിൽ തന്നെ ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കുറെ പേര് പറയുന്നുണ്ട് നമുക്ക് ഇപ്പം S2യുടെ എക്സാമിന് ഒപ്പം തന്നെ S1 വരുമ്പോൾ നമുക്ക് അടുത്ത ചാൻസിൽ, അതായത് S3യുടെ ഒപ്പം എഴുതിയാൽ മതിയോ? നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന കറണ്ട് സെമിസ്റ്ററിനേക്കാൾ കൂടുതൽ നമുക്ക് എന്തായാലും S3യിൽ പഠിക്കാനുണ്ടാവും. ഇപ്പൊ ബേസിക് സബ്ജക്ട്സ് ആണ് പഠിക്കാനുള്ളത്. S3യിലേക്ക് പോകുമ്പോഴത്തേക്ക് നിങ്ങളുടെ കോർ സബ്ജക്റ്റുകൾ വരും. അപ്പൊ കൂടുതൽ പഠിക്കാനുണ്ടാവും. മാത്രമല്ല, ഇപ്പൊ നമ്മൾ S1 എക്സാംസ് എഴുതി വലിയൊരു ഗ്യാപ്പ് വന്നിട്ടില്ല. വീണ്ടും ഒരു വർഷം കഴിഞ്ഞിട്ട് എക്സാം എഴുതുമ്പോൾ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പൊ മാക്സിമം നിങ്ങൾ ഈ ഫസ്റ്റ് ചാൻസിൽ തന്നെ നിങ്ങൾക്ക് എത്ര സപ്ലൈ ഉണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്യുക, നല്ല രീതിയിൽ പഠിച്ച് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. പിന്നെ നോക്കൂ, ഒരു പക്ഷേ ഇപ്പൊ നിങ്ങൾ എക്സാം എഴുതിയില്ല, പക്ഷെ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഈസി ആയിരുന്നെങ്കിലോ, അപ്പൊ പിന്നെ നമ്മൾ റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് എന്തായാലും കിട്ടുന്ന ചാൻസ് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് സപ്ലി വന്നവർ ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ ആ ടൈം ടേബിൾ ഒന്ന് നോക്കാം. അപ്പൊ നമുക്ക് മെയ് 27 മുതലാണ് S1ന്റെ സപ്ലി വരുന്നത്. അപ്പൊ S2ന്റെ ടൈം ടേബിൾ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. മെയ് 26 വരെ നമുക്ക് അതിന്റെ പരീക്ഷ വരുന്നുണ്ട്. ഇപ്പൊ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടൈം ടേബിൾ. അപ്പൊ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ തന്നെ സപ്ലി എക്സാം വരുവാണ്. അപ്പോൾ മെയ് 27 മുതൽ ജൂൺ 4 വരെയാണ് എക്സാംസ്. നമ്മൾ ഗ്രൂപ്പ് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ മെയ് 27 എല്ലാ ഗ്രൂപ്പുകാർക്കും മാത്സ് വരും. മെയ് 29 ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി വരും. മെയ് 31 ഗ്രൂപ്പ് എ, ബി, അതുപോലെ ഡി എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ആൻഡ് കാഡ് വരും. പിന്നെ അതേപോലെ ഗ്രൂപ്പ് സിക്ക് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. ജൂൺ 2 ഗ്രൂപ്പ് എ, ബിക്ക് ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. ഗ്രൂപ്പ് സിക്ക് ഇൻട്രൊഡക്ഷൻ ടു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്. അതേപോലെ തന്നെ ഗ്രൂപ്പ് ഡിക്കാർക്ക് അവരുടെ ഇൻട്രൊഡക്ഷൻ ടു ബയോടെക്നോളജി, ഫുഡ് ടെക്നോളജി അങ്ങനെ വരും. ദെൻ അടുത്തത് ജൂൺ 4 എല്ലാവർക്കും പൈത്തൺ വരും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ടൈം ടേബിൾ കിടക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഏതൊക്കെ പേപ്പറിലാണോ സപ്ലി വരുന്നത് അതിനനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യുക. കൂടുതൽ ഇപ്പോൾ 3ഉം 4ഉം പേപ്പറൊക്കെ വന്നവർക്ക്, അതായത് ഒരു ദിവസത്തെ ഗ്യാപ്പിലാണ് നമുക്ക് എക്സാംസ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് അപ്പൊ പഠിക്കാം, അതായത് S2ന്റെ എക്സാം കഴിഞ്ഞിട്ട് പഠിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പഠിച്ച് തീരില്ല. ഓക്കെ, അപ്പോൾ ടൈം ടേബിളിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തായാലും കൃത്യമായിട്ട് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ S2 എക്സാം കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽക്ക് തന്നെ നമ്മുടെ S1ന്റെ സപ്ലി എക്സാമും വരും. ഇനി എങ്ങനെ ഈ ഒരു ഷോർട്ട് ഡ്യൂറേഷനിൽ നമുക്ക് സപ്ലി എക്സാം ക്ലിയർ ചെയ്യാം എന്നുള്ളത് കൂടി ഞാനൊന്ന് പറഞ്ഞുതരാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ റെഗുലർ പഠിച്ചതുപോലെ ഇനിയിപ്പോ എല്ലാ മോഡ്യൂളും ഇരുന്ന് പഠിച്ച് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ സമയമില്ല. കാരണം നിങ്ങൾ ഇനി അതിന് പഠിച്ചിട്ട് S2 പഠിക്കാതിരുന്ന അതിൽ വീണ്ടും സപ്ലി വരും. അപ്പോ ഒന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അതായത് ഇപ്പോ നേരത്തെ കഴിഞ്ഞ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, ഏകദേശം നമുക്കൊരു പാറ്റേൺ കിട്ടും. അപ്പൊ ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് വരാവുന്ന ചോദ്യങ്ങൾക്ക്, അതായത് ക്വസ്റ്റ്യൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ മാക്സിമം പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പൊ സെയിം ക്വസ്റ്റ്യൻ വന്നില്ലെങ്കിലും ആ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക എന്നുള്ളത് മനസ്സിലാക്കി പഠിക്കാം. പിന്നെ ഓരോ മോഡ്യൂളിലെയും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുക. അപ്പൊ ഈ കുറച്ച് സമയം കൊണ്ട് പഠിക്കാനുള്ള ടിപ്സ് ആണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാം. പിന്നെ അതേപോലെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ മോഡ്യൂളിലും ഇപ്പൊ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്സ് ഉണ്ട്. നിങ്ങൾ ഒരിക്കലും ഒരു മോഡ്യൂളും സ്കിപ്പ് ചെയ്തിട്ട് പോകരുത്. ചിലർ ചെയ്യുന്ന ഒരു പണിയാണ്, 4 മോഡ്യൂൾ ഉണ്ട്, എന്നാൽ ശരി 2 മോഡ്യൂൾ പഠിച്ചിട്ട് പോവാം, അത് മാത്രം പഠിച്ചിട്ട് എക്സാം എഴുതാം. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. കാരണം അങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ട് പോയ 2 മോഡ്യൂളിൽ നിന്ന് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും നിങ്ങൾ പഠിക്കാതെ പോയിട്ടുള്ള മോഡ്യൂൾസിൽ നിന്ന് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വരും. അങ്ങനെ ഒരുപാട് പേർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അങ്ങനെ 2 മോഡ്യൂൾ അങ്ങനെയൊന്നും സ്കിപ്പ് ചെയ്തിട്ട് പോകരുത്. കാരണം എല്ലാം ഈക്വൽ വെയിറ്റേജ് വരുന്ന മോഡ്യൂൾസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ മോഡ്യൂളും കവർ ചെയ്യണം. അവിടെ നമ്മൾ കുറച്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട്, ഇപ്പൊ നിങ്ങൾ S1 എക്സാം ആദ്യം എഴുതുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നുമില്ല, പുതിയ സ്കീം ആയതുകൊണ്ട്. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളത് നോക്കി ആ ലെവലിൽ ചോദ്യങ്ങളിലൂടെ പഠിച്ചു പോവുക എന്നുള്ളതാണ് ഇനിയുള്ള സമയത്ത് ചെയ്യാനുള്ളത്. പിന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു സപ്ലി വരാനുള്ള റീസൺസ് ഏതാണെന്നുള്ളത്.
അപ്പൊ അതിൽ റീസൺ നിങ്ങൾ നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഒരു ട്യൂഷൻ നിങ്ങൾക്ക് വേണം, നിങ്ങളെ അസിസ്റ്റ് ചെയ്യാൻ ഒരാൾ വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒരു ട്യൂഷൻ അറേഞ്ച് ചെയ്യുക. ഇപ്പൊ 1-to-1 ട്യൂഷൻ എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ലേണിംഗ് നമ്മൾ 1-to-1 ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഇൻഡിവിജ്വൽ ട്യൂട്ടർ ആയിരിക്കും ക്ലാസ് എടുക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് സപ്ലി എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി അത് കൂടാതെ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് എടുക്കാം. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കൂടി ഞാൻ പറയാം. ഓക്കെ, നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉള്ളത്, ഒന്ന് 1-to-1 ട്യൂഷൻ അല്ലെങ്കിൽ റെക്കോർഡഡ് ട്യൂഷൻ. 1-to-1 ട്യൂഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ടൈമിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള മോഡ്യൂൾസ് അനുസരിച്ച് നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരും. റെക്കോർഡഡ് ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ S1-ലെ എല്ലാ മോഡ്യൂൾസിന്റെയും ക്ലാസ്സസ് റെക്കോർഡഡ് ആയിട്ടും അതിന്റെ നോട്ട്സ് നമ്മൾ PDF ആയിട്ടും പ്രൊവൈഡ് ചെയ്യുന്ന റെക്കോർഡഡ് ക്ലാസ്സസ്, റെക്കോർഡഡ് ട്യൂഷൻ, അത് നമ്മൾ ലേണിനോ ആപ്പിലാണ് ഉള്ളത്. അപ്പോൾ ലേണിനോടൊപ്പം പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ആ ചൂസ് ചെയ്യുന്നത് ആസ് ഏർലി ആസ് പോസിബിൾ. അത് ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാന നിമിഷം നിങ്ങൾ ഇതിന് എല്ലാത്തിനും വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ നടക്കില്ല. കാരണം നിങ്ങൾക്ക് അറിയാം S2-ന്റെ എക്സാം വരികയാണ്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് കുറച്ചൊരു സമയം ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ നമുക്ക് വിഷു ഒക്കെ വരുന്നുണ്ട്, അത് കഴിഞ്ഞ് ഈസ്റ്ററോട് അടുപ്പിച്ചൊക്കെ കുറച്ച് ലീവ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇപ്പൊ മുതൽ നിങ്ങൾ പ്ലാൻ ചെയ്യാൻ തുടങ്ങുക. S2 എക്സാമിനും പഠിക്കണം, ഒപ്പം S1 ക്ലിയർ ചെയ്യാന്നുള്ള ആ ഒരു പ്ലാനിൽ നിങ്ങൾ ഇപ്പൊ തന്നെ അതിന് പ്രിപ്പറേഷൻ തുടങ്ങണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അവസാനം നിങ്ങൾ S2 എക്സാമിന്റെ എന്തായാലും ഒരു 1 വീക്ക് മുന്നേ മുതൽക്ക് നിങ്ങൾ S2-ന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യണം. അപ്പൊ അതിന് മുന്നേ നിങ്ങൾ S1 എക്സാമിന് ഒരു ബേസ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ S2 എക്സാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിച്ച് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ പേഴ്സണൽ മെന്ററിങ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് ഏത് രീതിയിൽ എത്രയും പെട്ടെന്ന് സപ്ലി ക്ലിയർ ചെയ്യാന്നുള്ളത് നമ്മുടെ മെന്റേഴ്സ് പറഞ്ഞുതരും. നമ്മൾ വർഷങ്ങളായിട്ട് ഈ പറഞ്ഞ പോലെ BTech സ്റ്റുഡൻസിന് ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സപ്ലിക്ക് ജോയിൻ ചെയ്ത് എല്ലാവരും നമുക്ക് പാസ്സായി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം ആ ലെവലിലാണ് നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ചാൻസിൽ തന്നെ ഇത് സപ്ലൈ ക്ലിയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.